31-ാമത്തെ അധ്യായത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇവിടെ ആദിയിൽ എന്ന് പറയുമ്പോൾ നാം എന്തറിയണമെന്ന് ദൈവം ആഗ്രഹിച്ചുവോ ആ കാര്യങ്ങളെയാണ് ദൈവം അരുളി ചെയ്യുന്നത്. ഓരോ കാലത്തും അങ്ങനെ തന്നെയാണ്. ഈ 7-ാം സഭയുടെ കാലത്താണ് ദൈവത്തിന്റെ മർമ്മം മുഴുവനും ദൈവം അറിയിച്ചിരിക്കുന്നത്. അതിനു മുമ്പുള്ള കാലത്ത് അവർ അറിയണമോ വേണ്ടയോ എന്ന് ദൈവത്തിന്റെ ഹിതമാണ്. എന്തായാലും ദൈവം അറിയിക്കുന്ന കാര്യത്തെ അതത് കാലത്തുള്ള ജനം വിശ്വസിക്കണം. അവരാണ് ആ കാലത്തുള്ള ക്രിസ്തുവിന്റെ മണവാട്ടി. ആമേൻ. ശാസ്ത്രലോകം പറയുന്നത് 2 ഗോളങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഒരു വൻ സ്ഫോടനമുണ്ടായി, അതോടുകൂടിയാണ് പ്രപഞ്ചം ഉണ്ടായത് എന്ന്. അപ്പോൾ പ്രപഞ്ചം ദൈവത്തിന്റെ സൃഷ്ടിയൊന്നും അല്ല എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് അവരത് കൊണ്ടുവരുന്നത്. അപ്പോഴും അവിടെ അവർക്ക് എത്തപ്പെടാൻ കഴിയാത്തതായ ഒരു ചോദ്യം കിടക്കുന്നു. ഈ 2 ഗോളങ്ങൾ എവിടെ നിന്നുണ്ടായി? അതവർക്ക് മറുപടി, ശാസ്ത്രലോകത്തിന് മറുപടിയില്ല. 2 ശക്തികൾ കൂട്ടിമുട്ടി. ഈ 2 ശക്തികൾ അല്ലെങ്കിൽ ഗോളങ്ങൾ എവിടെ നിന്ന് എന്ന് അവർക്കറിയില്ല. ഇവിടെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഈ വചനം ഇവിടെ ദൈവം മോശയോട് പറയുന്നതാണ്. എന്നാൽ ഇതിനു മുമ്പ് സൃഷ്ടി നടന്നിട്ടുണ്ട്. ഭൂമി ആകാശത്തെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് മോശയോട് പറയുന്നതിന് മുമ്പ് ദൈവം ഈ സൃഷ്ടിയെ കുറിച്ച് ഇയ്യോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഇയ്യോബിന്റെ പുസ്തകം 38-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തോട് പറയാണ്: നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക, ഞാൻ നിന്നോട് ചോദിക്കും, എന്നോട് ഉത്തരം പറക. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? ഇയ്യോബിനോട് ചോദിക്കുകയാണ്. ഇയ്യോബ് ദൈവത്തോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. പലപ്പോഴും അത്രത്തോളം ഇന്റിമസിയാണ്. അതുകൊണ്ടാണ് അബ്രഹാം ചോദിച്ചില്ലേ, കർത്താവോട് 50 പേരുണ്ടെങ്കിൽ 45 ഉണ്ടെങ്കിൽ 40 ഉണ്ടെങ്കിൽ, ഇങ്ങനെ 5 വെച്ച് കുറച്ച് പറഞ്ഞെങ്കിൽ അബ്രഹാമും ദൈവവും തമ്മിലുള്ള ആ കൂട്ടായ്മ ഒന്ന് നോക്കുക. നമ്മളാണെങ്കിലോ, നമ്മൾ എത്ര ഇഷ്ടപ്പെടുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ്, നമ്മുടെ സ്വന്തക്കാരാണെന്ന് പറഞ്ഞാലും 4-5 തവണയൊക്കെ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞാൽ ദേഷ്യപ്പെടും. എത്ര തവണ പറഞ്ഞു, എന്തിനാ ഇങ്ങനെ ചോദിക്കും. പക്ഷേ നോക്കൂ, 50 മുതൽ 5 വീതം കുറച്ച് അവസാനം 5 പേരുണ്ടെങ്കിൽ കൊല്ലുമോ? ഇല്ല. കർത്താവിന് അറിയാം അവിടെ 5 പേര് ഇല്ല എന്ന്. അതുപോലെ ഇയ്യോബ് ദൈവത്തോട് പല കാര്യങ്ങളും ചോദിക്കും. ചില സമയത്ത് ദൈവത്തെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ തിരികെ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക, ഞാൻ നിന്നോട് ചോദിക്കും, എന്നോട് ഉത്തരം പറയുക. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? അതായത് ഇയ്യോബിന് ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ അവൻ ഭൂമിയെക്കുറിച്ചും ലോകത്തെക്കുറിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ദൈവം ചോദിക്കുന്നത്, നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കുക. അതിന്റെ അളവുനൂൽ നിർമ്മിച്ചവൻ ആർ? നീ അറിയുന്നുവോ? അല്ല, അതിന് അളവുനൂൽ പിടിച്ചവൻ ആർ? അടുത്ത നോക്കിയുള്ളൂ. ഇയ്യോബ് 38:6. പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? അല്ല, അതിന്റെ മൂലക്കല്ലിട്ടവൻ ആർ? അപ്പോൾ ദൈവം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കാൻ പോകുന്ന കാര്യം ആരോടൊക്കെയോ അറിയിച്ചു. മോശയോടല്ല അറിയിച്ചത്. മോശയോട് പറയുന്നത് ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതിനു മുമ്പ്, ഇതിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, മൂലക്കല്ലിടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അളവ് നിർമ്മിക്കുന്ന ആ സമയത്ത് ദൈവം ആരോടോ പറഞ്ഞു, അവർ അവിടെ ഘോഷിച്ചുല്ലസിക്കുന്നുണ്ടായിരുന്നു. 36. പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും. ഇതാരാണ് പ്രഭാത നക്ഷത്രങ്ങൾ? ദൈവത്തിന്റെ ദൂതന്മാരാണ്. ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ, അതായത് അവർ ഉദ്ദേശിച്ചത് അവർക്ക് പാർപ്പിന് വേണ്ടിയിട്ട് എന്നാണ് അവർ ഉദ്ദേശിച്ചത്. ദൈവം എല്ലാം മുൻ നിർണയ പ്രകാരമാണ് ഓരോന്ന് ഒരുക്കുന്നത്. അപ്പോ ഇവരോട് ചോദിച്ചത്, ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പറയുക, അളവ് നൂൽ പിടിച്ചത് ആര്? ഇനി അടുത്ത് സങ്കീർത്തനങ്ങൾ 104-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം പറയുന്നു:
അവൻ ഭൂമിയെ അത് ഒരിക്കലും ഇളകിപ്പോകാതെ വണ്ണം അതിന്റെ അടിസ്ഥാനത്തിന്റെ മേൽ സ്ഥാപിച്ചിരിക്കുന്നു. ആമേൻ. അപ്പോൾ ഭൂമി ഒരിക്കലും ഇളകിപ്പോകാത്ത തരത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ എന്തോ ഭൂമിക്ക്, അതാണ് ഈ 38 പറയുന്നത്, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെയായിരുന്നു. സങ്കീർത്തനത്തിൽ പറയുന്നു ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടത് അത് ഒരിക്കലും ഇളകിപ്പോകാത്ത തരത്തിലാണ്. ഇനി യെശയ്യാ പ്രവാചകൻ 45:18 പറയുന്നു, ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു, വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത് പാർപ്പിനത്രേ, അതിനെ നിർമ്മിച്ചത് ഞാൻ തന്നെ യഹോവ, വേറൊരുത്തനുമില്ല. ആമേൻ. ഞാൻ തന്നെ യഹോവ എന്ന് പറഞ്ഞാൽ ഈ യഹോവയാണ് ദൈവം. ലോകം യേശു ക്രിസ്തു രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുകയും യേശു ക്രിസ്തുവും ദൈവം എന്ന് പറയുന്നു. ഇത് വ്യക്തമായി പറയുന്നു, ഞാൻ തന്നെ യഹോവ, വേറെ ഒരുത്തനുമില്ല. യഹോവ എന്ന സ്ഥാനത്ത് ഞാൻ തന്നെ ദൈവം എന്നും യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, വേറെ ഒരുത്തനുമില്ല. ഓക്കെ, അടുത്തത്, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. നോക്കുക, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ദൈവത്തിന്റെ സൃഷ്ടിയെല്ലാം നല്ലത് എന്നാണ് ദൈവം കണ്ടത്. ഓരോന്നും സൃഷ്ടിക്കുമ്പോഴും ദൈവത്തിന്റെ സൃഷ്ടിയെല്ലാം നല്ലത് എന്ന് ദൈവം കണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഭൂമി പാഴും ശൂന്യവുമായത്? ദൈവത്തിന്റെ സൃഷ്ടി പരാജയമാണോ? ശൂന്യമായി പോയോ? പാഴായി പോയോ? എങ്ങനെയാണ് ഭൂമി പാഴും ശൂന്യവുമായത്? യെശയ്യാ പ്രവാചകൻ 14:12 ഒരു വാക്യം ഉണ്ട്. യെശയ്യാ പ്രവാചകൻ 14:12, അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്നും വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? അതായത് 3 തരം ദൂതന്മാർ, പ്രധാന ദൂതന്മാരുണ്ട്. ഗബ്രിയേൽ ദൂതൻ, ഗബ്രിയേൽ ദൂതൻ ചുമതല ദൂത് അറിയിക്കുക എന്നാണ് ഗബ്രിയേൽ ദൂതന്റെ ചുമതല. 2 മിഖായേൽ ദൂതൻ, യുദ്ധസേവ. അവിടെ യുദ്ധത്തിനായി, സ്വർഗത്തിൽ യുദ്ധത്തിന്റെ ആവശ്യമുണ്ടോ? ഈ ലൂസിഫറിനെ വെട്ടിയിടണമെങ്കിൽ ദൈവത്തിന് കഴിയില്ല, ദൈവം മറ്റൊരു നിയമിക്കുകയാണ്. കോടതിയിൽ ജഡ്ജി കൊല്ലാൻ വിധിക്കും, കൊല്ലുന്നത് ജഡ്ജിയല്ല, തൂക്കാനായിട്ട് വേറെ ആരാച്ചാരം നിർത്തിയിട്ടുണ്ട്. അതുപോലെ ദൈവത്തിനും അവിടെ യുദ്ധസേവ ചെയ്യുവാൻ മിഖായേൽ ദൂതനുണ്ട്. പിന്നെ 3-മത്തൊരു ദൂതനാണ് ലൂസിഫർ. അവന് സ്തുതി, ദൈവത്തെ സ്തുതിക്കുക, ദൈവം സ്തുതികളിൽ മേൽ വസിക്കുന്നവനാണ്. അപ്പൊ 3 തരം പ്രധാന ദൂതന്മാരുണ്ടായിരുന്നു. ഈ 3 തരം ദൂതന്മാർക്ക് കോടിക്കണക്കിന് ദൂതന്മാരും ഉണ്ടായിരുന്നു, ദൂതഗണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ലൂസിഫർ, അത് KJV വെർഷനിൽ മാത്രമേ ലൂസിഫർ എന്ന് പറയുന്നുള്ളൂ, ബാക്കിയെല്ലാം അരുണോദയ പുത്രനായ ശുക്ര. കാരണം യെശയ്യാവ് അത് എഴുതുന്ന സമയത്ത് കാലങ്ങൾ കഴിഞ്ഞു. യെശയ്യാ പ്രവാചകൻ എഴുതുമ്പോഴത്തേക്ക് ബൈബിളിൽ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു. ആ സമയത്ത് അന്യദൈവങ്ങളെ ആരാധിച്ചിരുന്ന ജനം ദൈവത്തെ സൂര്യനായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ശുക്രനെയും ശനിയെയും ഇങ്ങനെ ഭൂമിയെയും ഇങ്ങനെ പലതിനെയും ആരാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അരുണോദയ പുത്രനായ ശുക്രൻ എന്നത് ആ ഗ്രഹത്തെ ആയിരുന്നു അവർ ആരാധിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അതിനെ പിശാചിനോട് ഉപമിച്ച് പറയുന്നത്, അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണോ? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണോ? നോക്കൂ, അവന്റെ ചിന്ത എന്തുകൊണ്ടാണ് ദൈവം അവനെ വെട്ടി വീഴ്ത്തിയത്. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ ഒരു ഭാഗം ഏകദേശം നിവർത്തിയായി. ഞാൻ സ്വർഗത്തിൽ കയറും, അത് നടന്നിട്ടില്ല, രണ്ടാമത്. എന്റെ സിംഹാസനം, ഇതാണ് നടപ്പായത്. എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും, ഇത് വച്ച് കഴിഞ്ഞു. യഥാർത്ഥത്തിൽ
പൂർണ്ണതോതിലല്ല. എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന്റെ നക്ഷത്രം എന്ന് പറയുന്നത്, വെളിപ്പാട് പുസ്തകം വായിച്ചാൽ അറിയാം, ദൈവത്തിന്റെ വലത് കൈയിൽ 7 നക്ഷത്രം ഉണ്ടായിരുന്നു. 7 നക്ഷത്രങ്ങൾ, 7 ദൂതന്മാർ. അപ്പോൾ ഓരോ കാലത്തും ദൈവം തന്റെ ദൂതനെ ഭൂമിയിലേക്ക് അയച്ച്, അപ്പോൾ പുതിയ നിയമസഭയുടെ പ്രകാരം പറഞ്ഞാൽ 7 നക്ഷത്രം വലം കൈയിൽ, 7 നക്ഷത്രങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി മുതൽ പരിശുദ്ധാത്മാവ് ഒരു സഭ തുടങ്ങി. ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരു ആത്മാവ്, ഒരു ഉപദേശം, ഒരു സഭ. എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും ഇരിക്കുന്നവനും ദൈവവും പിതാവുമായവൻ ഒരുവൻ, എല്ലാം ഒന്ന്. എന്നിട്ടും ലോകം മൂന്നാക്കുന്നു. അപ്പോൾ ഓരോ കാലത്തും ദൈവം തന്റെ അരുളപ്പാടുകളെ ലോകത്തേക്ക് അറിയിച്ചിട്ട്, നക്ഷത്രങ്ങൾക്ക് മീതെ എന്നാണ്, പക്ഷെ നക്ഷത്രത്തിന് മീതെ അവന് പോകാൻ കഴിയില്ല. പക്ഷെ എങ്കിലും ആശ്ചര്യമായി അവൻ ചെയ്തത്, ഈ ഏഞ്ചൽമാർ വന്ന് ഭൂമിയിൽ പഠിപ്പിക്കും. അവരുടെ പഠിപ്പിച്ച് തുടങ്ങുമ്പോൾ തന്നെ, ഇപ്പൊ നോക്കാം, അപ്പോസ്തല പ്രവൃത്തി 4:12 ഒന്നാമത്തെ നക്ഷത്രം പൗലോസ്. പൗലോസ് മീൻസ് ഒന്നാമത്തെ ഏഞ്ചൽ. അത് പൗലോസ് അപ്പോസ്തലന് വന്നു, അല്ലെ? അപ്പൊ പത്രോസിലൂടെയും അതേ സുവിശേഷം അറിയിക്കുമ്പോൾ, സ്വർഗത്തിന് താഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് നൽകിയ ഏക നാമം അത് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ, അവൻ അതിന്റെ സിംഹാസനത്തിന് മുകളിൽ കയറാൻ ശ്രമിക്കുകയാണ്. ദൈവത്തിന്റെ സിംഹാസനം എവിടെയാണ്? ഇന്ന് നമ്മുടെ ഹൃദയമാണ്. എന്റെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നതിന്, ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവുള്ളൂ. ലോകത്തിന് അറിയില്ല, ലോകം പഠിപ്പിക്കുകയില്ല. 666 മുദ്ര കൈമേലും നെറ്റിമേലും കിട്ടുമെന്ന് പറയുന്നു. ഈ കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെ ഉള്ളവർക്കാണ് കിട്ടിയിരിക്കുന്നതെന്ന് അവരറിയുന്നില്ല. മുദ്ര ഏറ്റു കഴിഞ്ഞു. എന്താണ് സിംഹാസനത്തിന്റെ മുകളിൽ കയറുമെന്ന് പറഞ്ഞത്? ദൈവത്തിന്റെ വചനം വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കുന്ന വിശ്വാസ സ്നാനം സ്വീകരിച്ചു കഴിയുമ്പോൾ ദൈവം വരുന്നത്, വസിക്കുന്നത് എവിടെയാണ്? ഹൃദയത്തിൽ. അത് ആദാമിനെ സൃഷ്ടിക്കുന്നതോടെ എടുക്കാൻ കൂടുതലാണ്. അപ്പൊ ഹൃദയത്തിൽ, അതാണ് ദൈവത്തിന്റെ സിംഹാസനം. അപ്പോ എന്റെ സിംഹാസനം, പിശാചി പറയാണ്, അവൻ ഇരിക്കാൻ പോകുന്നത് എവിടെയാണ്? ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ. അപ്പം ദൈവത്തിന്റെ സിംഹാസനം ഇരിക്കേണ്ടത് ഹൃദയത്തിൽ. എന്നാൽ പിശാചിന്റെ സിംഹാസനമോ അതിന് മുകളിൽ. ഹൃദയത്തിലല്ല അവന്റെ സിംഹാസനം. ഹൃദയത്തിൽ അവന് പരിശുദ്ധാത്മാവ് ഇരിക്കുന്നിടത്ത് അവന് വരാൻ കഴിയില്ല. പിന്നെ അവൻ സിംഹാസനം പണിയുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വസിക്കും എന്ന് പറഞ്ഞാൽ, ഓരോ കാലത്തും ദൈവത്തിന്റെ ഏഞ്ചൽ മനുഷ്യരിലൂടെ വന്ന് പഠിപ്പിക്കുന്ന കാലത്തിന്റെ ദൈവിക വചനം, അത് അങ്ങനെയല്ല, കുഴപ്പമില്ല, ഇതും ശരിയാണ് അതും ശരിയാണ് എന്ന് അവൻ ബുദ്ധിയിൽ പറഞ്ഞു കൊടുക്കും. സിംഹാസനം ഹൃദയത്തിലാണ്. ഹൃദയം, തല, നെറ്റിമേൽ 666, അതിന് താഴെയാണ്. അപ്പൊ ദൈവത്തിന്റെ സിംഹാസനം ഇരിക്കുന്ന ഇടത്ത് ഞാൻ വസിക്കുമെന്നല്ല, അതിന് മുകളിൽ. അത് 2-3 ഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കും മീതെ. നക്ഷത്രം ദൈവത്തിന്റെ ഏഞ്ചൽ. അവർ വന്ന് പറയുന്ന ആ ദൈവിക വെളിപ്പാടുകൾ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് തെറ്റി പഠിപ്പിക്കാൻ തക്കവണ്ണം അവൻ ബുദ്ധിയിൽ വരും. സിംഹാസന ഹൃദയത്തിൽ അവൻ ബുദ്ധിയിൽ വരും. ഇത് അന്ന് മുതൽ ഇന്ന് വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ ബുദ്ധിയിൽ വന്നതാണ്. അപ്പോസ്തല പ്രവൃത്തി ആദ്യം ദൈവത്തിന്റെ സിംഹാസനം, അതായത് പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വന്നിട്ട് പത്രോസിലൂടെ പറഞ്ഞതാണ്. അപ്പോസ്തല പ്രവൃത്തി 4:12 സ്വർഗത്തിന് താഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് നൽകിയ ഏകനാമം കർത്താവായ യേശു ക്രിസ്തു. അത് ഹൃദയത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ചാണ് ദൈവസിംഹാസനത്തില്. ഉടൻ തന്നെ അവൻ മേലെ കയറുകയാണ്. നക്ഷത്രം ദൂതന്മാർക്ക് അല്ലെങ്കിൽ ഏഞ്ചൽ, ആ കർത്താവ് ഉപയോഗിച്ച അപ്പോസ്തലന്മാർക്ക് മുകളിൽ എന്ന് പറയുമ്പോൾ തലച്ചോറ് ബുദ്ധിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനാരെ ഉപയോഗിക്കും? പുറത്തു നിന്നുള്ള ഒരു അവിശ്വാസിയെ ചർച്ചിനുള്ളിൽ കൊണ്ടുവന്നിട്ട് യേശുക്രിസ്തു നാമം മിണ്ടരുത്, അശേഷം ഉപദേശിക്കരുത്, ആരോടും പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ ആരും കേൾക്കില്ല. നമ്മുടെ തന്നെ സഭയിൽ ഒരു അവിശ്വാസി ഒരാൾ വന്നിട്ട് ഇവിടെ പഠിപ്പിക്കുന്നതിന് വിരുദ്ധമായിട്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? ഇല്ല. കാര്യം കർത്താവിന്റെ വചനം വിശ്വസിച്ച് പ്രമാണിച്ചനുസരിച്ച് വരുന്നവരാണ്. അപ്പോൾ ഇതാ യേശു പറഞ്ഞത്, പിശാചിന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. പിശാച് എന്ത് ചെയ്യും? അവൻ തന്ത്രം ഉപയോഗിക്കും. വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരുടെ പുറത്ത്, ആ കൂട്ടത്തിൽ നിന്ന് അല്ലാതെ പുറത്തു നിന്ന് ഒരുവനെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞാൽ വിശ്വസിക്കില്ല. യേശു വ്യക്തമായി പറഞ്ഞു, ചിലർ പുറത്തു നിന്ന് അകത്തേക്ക് വരും, പക്ഷെ ഈ കാര്യത്തിന് അത് ഉപയോഗിക്കാൻ പറ്റില്ല. ചിലർ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ പുറപ്പെടും. ഈ ഇടയിൽ നിന്ന് പുറപ്പെടുന്നവനും സാധാരണ മനുഷ്യനാകാൻ പാടില്ല എന്നും പിശാചിന് നല്ലവണ്ണം അറിയാം. അതാണ് അവന്റെ തന്ത്രം. അവൻ ആരെ ഉപയോഗിക്കും? ആ കൂട്ടത്തിൽ
ഏറിയ ഭാഗം ജനങ്ങളും വിശ്വാസം വെച്ചിരിക്കുന്ന മഹാപുരോഹിതന്മാരെ. അത് ആ വചനം നൽകാം. അപ്പോസ്തലപ്രവൃത്തി 4-ാമത്തെ അധ്യായം. ഞാൻ ഇത് അപ്പോസ്തലപ്രവൃത്തി 4-ാമത്തെ അധ്യായം 1 മുതൽ. അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകനും സദൂക്യരും അവരുടെ നേരെ വന്നു. അപ്പോൾ പത്രോസും അവർ അപ്പോസ്തലന്മാരെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവരുടെ നേരെ എതിർത്ത് വരുന്ന ആരാണ്? സദൂക്യർ. അന്നത്തെ ഒരു പുരോഹിത വർഗം, പടനായകർ, പുരോഹിത വർഗം അവരുടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കാനും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തെ യേശുക്രിസ്തുവിന്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാനും നീരസപ്പെട്ടു. ഇന്നും ദൈവിക വചനം കേൾക്കുമ്പോൾ നീരസം ഉണ്ടാകും, എന്നാൽ ദൈവിക വെളിപ്പാട് കേൾക്കുമ്പോൾ നീരസം ഉണ്ടാകുന്നു എങ്കിൽ വിചാരിച്ചോളണം, അത് 100% എതിർ ക്രിസ്തുവാണ്. ഇവിടെ കർത്താവ് പുനരുദ്ധാനം ചെയ്തു പോയതിനു ശേഷം യേശുക്രിസ്തു വിശ്വസിക്കുന്നവർക്കും അതേ പുനരുദ്ധാനമുണ്ട്. അത് ആർക്ക്? ജാതികൾക്ക് വരെയും. അപ്പൊ ഈ വക കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവർക്കൊട്ടും സുഖിക്കില്ല. കാര്യം അവരെ മാത്രം കൊണ്ടുപോകാൻ മശിക വരുമെന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. മശിക വന്ന് മടങ്ങി പോവുകയും ചെയ്തു. ഇപ്പൊ പുതിയൊരു കൂട്ടർ, ഞങ്ങളെ പോലെ പൗരോഹിത്യ ശുശ്രൂഷ അല്ലെങ്കിൽ സെമിനാരികളിൽ പഠിച്ചു വരാത്ത പൗരോഹിത്യ ശുശ്രൂഷ അല്ലെങ്കിൽ അതിന്റെ കോട്ടോ അങ്ങനത്തെ വസ്ത്രധാരണമോ ഒന്നുമില്ലാത്ത സാധാരണ മീൻപിടുത്തക്കാരും വഴിയിൽ വെക്കി കിടന്ന ജനങ്ങളെയും ദൈവം കാലത്തിന്റെ ദൈവിക വചനം പറയാൻ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഒട്ടും സുഖിക്കില്ല. അവർ നീരസപ്പെടുക തന്നെ ചെയ്യും. ഇന്നും അങ്ങനെ തന്നെയാണ്. നോക്കൂ, 3. അവരെ പിടിച്ച് വൈകുന്നേരം ആകൊണ്ട് പിറ്റേന്നാൾ വരെ കാവലിലാക്കി. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. അടുത്ത് പിറ്റേന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരുശലേമിൽ ഒന്നിച്ചുകൂടി. ആരൊക്കെ? പുരോഹിതവർഗം. നേരത്തെ പറഞ്ഞ മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ, സന്നദ്ധ സംഘം, സദൂക്യർ. ഈ ശാസ്ത്രിമാർ എന്ന് പറഞ്ഞാൽ വേദഗ്രന്ഥത്തെ തലനാരിഴകീറി പഠിക്കുന്നവരാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. നമ്മൾ സ്നാനം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണെന്ന് പറയുമ്പോൾ ഈ ബൈബിൾ വേദഗ്രന്ഥങ്ങൾ തലനാരിഴകീറി പഠിച്ചിരിക്കുന്ന ശാസ്ത്രിമാരും അവരുടെ പിൻതലമുറക്കാരും ഇന്നു വരെ ഉള്ളവർക്കും നീരസം ഉണ്ടാവുന്നു. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? അപ്പോസ്തലന്മാരുടെ ഉള്ളിൽ വന്ന അതേ പരിശുദ്ധാത്മാവ് അല്ല അവരുടെ ഹൃദയത്തിൽ. എങ്കിൽ പിന്നെ എന്തിന് നീരസപ്പെടണം? ദൈവത്തിന്റെ വചനമല്ലേ, അത് യോജിച്ചു പോവുകയാണ്. നോക്കൂ, പിറ്റേന്നാൾ അപ്പോസ്തലപ്രവൃത്തി 4:5 പിറ്റേന്നാൾ അവരുടെ പ്രമാണിമാരും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരുശലേമിൽ ഒന്നിച്ചുകൂടി. മഹാപുരോഹിതനായ കയ്യഫാവും ഹന്നാവും യോഹന്നാനും അലക്സാന്ദ്രും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു. ഇവർ അവരെ നടുവിൽ നിർത്തി. ആരെ? അപ്പോസ്തലന്മാരെ നടുവിൽ നിർത്തി. നോക്കൂ, ഇനി ഇതിന്റെ 4:12 മറ്റൊരുത്തലിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഞാൻ ഉൽപ്പത്തിയിൽ നിന്ന് ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് പഠിപ്പിക്കുന്നത് ചർച്ചാണ്, പഠിപ്പിക്കേണ്ട കാര്യങ്ങളായതുകൊണ്ടും ഇനിയും ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ മറ്റു പലർക്ക് അയച്ചു കൊടുക്കാം. അവർ കാണട്ടെ എന്താണ് ഇതിന്റെ ദൈവിക വെളിപ്പാട്. അവൻ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കുമെന്ന് പറഞ്ഞാൽ, നക്ഷത്രം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഏഞ്ചലാണ്. ഓരോ കാലത്തും ആദിമകാലം മുതൽ തന്നെ നോഹയെ വിളിച്ചു, അബ്രഹാം വിളിച്ചു, അവരെല്ലാം ദൈവത്തിന്റെ ഏഞ്ചലാണ് വരുന്നത്. ആത്മാവ് വന്ന് പഠിപ്പിക്കുമ്പോൾ, അവർ പഠിപ്പിക്കുമ്പോൾ തന്നെ അതിനെതിരായിട്ട് പഠിപ്പിക്കുന്നവരാണ് ഉണ്ടാവും. അവർ സംസാരിക്കുന്നതിന് മുകളിൽ ബുദ്ധിയിൽ അതങ്ങനെയല്ല, ഇങ്ങനെയാണ് പഠിപ്പിക്കും. ഇവിടെ നോക്കൂ, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ, പുതിയ നിയമസഭയുടെ വിശ്വാസികൾ എന്ന് പറയുന്നവർ ഈ വചനത്തിന് ആമേൻ പറയേണ്ടതാണ്. ആമേൻ എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇതേ നാമത്തിലുള്ള സ്നാനമാണ് അപ്പോസ്തലന്മാർ ഉപദേശിച്ചിരിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് നീരസം ഉണ്ടാകുന്നു. അപ്പോൾ തന്നെ മനസ്സിലാക്കാം അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് അല്ല.
100%. അപ്പോൾ ഇങ്ങനെ പത്രോസിലൂടെ സംസാരിച്ചപ്പോൾ ദൈവത്തിന്റെ സിംഹാസനം, പുതിയ നിയമസഭയിലെ സിംഹാസനം ഹൃദയത്തിലാണ്. ഇനി ഈ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ലഭിച്ചവർ പൂർണ്ണമായും അതിനോട് യോജിച്ചു പോകും. അതിലും വലിയതും കേട്ടാൽ ശരിയെന്ന് തോന്നുന്നതും സമൂഹം ഏറിയ ഭാഗം അംഗീകരിക്കുന്നതുമായിരിക്കും ബുദ്ധിയിൽ വെളിപ്പെടുന്ന കാര്യങ്ങൾ. അതല്ലേ ശരിയിൽ തോന്നാം, അതിനോട് വഴങ്ങരുത്. അതിനൊരു ഉദാഹരണമാണ് ഇതിന്റെ 17-ാമത്തെ അധ്യായം വാക്യം, വെറും 5 വാക്യം താഴെ 17. നേരത്തെ ഒന്നിച്ചു കൂടിയ ശാസ്ത്രിമാർ, പുരോഹിതർ, മഹാപുരോഹിതന്മാർ, സന്നദ്ധ സംഘം, സദൂക്യർ ഇവരെല്ലാം ഒത്തുകൂടി പറയാണ്, എങ്കിലും അത് ജനത്തിൽ അധികം പകരാതിരിപ്പാൻ. ഏത് അത് എന്നത് കർത്താവായ യേശുക്രിസ്തു നാമം. അധികം പകരാതിരിപ്പാൻ അവർ യാതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കുന്നെന്ന് നാം അവരെ തർജ്ജനം ചെയ്യണം. ഇതാര് പറയുന്നത്? മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ. അടുത്തത് 18-ാമത്തെ വാക്യം, പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയും അരുത് എന്ന് കൽപ്പിച്ചു. അപ്പോൾ എളിമയുള്ള ഒരു മനുഷ്യനിലൂടെ ദൈവം സംസാരിച്ചിരിക്കുന്നു. സ്വർഗത്തിന് താഴെ മനുഷ്യരുടെ നൽകപ്പെട്ട ഏകനാമം കർത്താവായ യേശുക്രിസ്തു. അതിനെ ധിക്കരിക്കുവാനായി സിംഹാസനത്തിന്റെ മുകളിൽ നക്ഷത്രങ്ങൾക്ക് മീതെ അവൻ വാണരുള്ളതാണ്. ഇന്ന് ഭൂമിയിലെ കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെയുള്ള സകല പുരോഹിതന്മാരുടെയും ഹൃദയത്തിൽ പിശാച് തന്നെയാണ്, പരിശുദ്ധാത്മാവല്ല. അവൻ നെറ്റിമേൽ 666 മുദ്ര കിട്ടിയവരാണ്. അവൻ ബുദ്ധി പറഞ്ഞു കൊടുക്കും, അത് കുഴപ്പമില്ല, നമുക്ക് പത്രോസ് പറഞ്ഞതല്ല വേണ്ടത്, യേശുക്രിസ്തുവിലെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചത്, യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് സ്നാനപ്പെട്ടാൽ മതി. അത് നാമമല്ല എന്നതുപോലും അവർക്കറിയില്ല. നമ്മൾ ചെന്ന് പറയുമ്പോഴാണ് ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇന്ന് ഭൂമിയിലുള്ള നമുക്ക് സുവിശേഷം പറയാൻ പറ്റിയതാണ്. അപ്പോസ്തലർ 4:12 പരിശുദ്ധാത്മാവ് ഒരു എളിയ മനുഷ്യനെ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ആ സഭയിലുള്ള മഹാപുരോഹിതന്മാരെ ഉപയോഗിച്ചുകൊണ്ട് പിശാച് നെറ്റിമേൽ ബുദ്ധിയിൽ പറഞ്ഞു കൊടുക്കുന്നു, ഈ നാമം അശേഷം ഉണ്ടരുത്, യേശു നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവസന്തതികളാണെന്നും പരിശുദ്ധാത്മാവ് ലഭിച്ചവരാണെന്നും ക്രിസ്തുവിന്റെ മണവാട്ടിമാരാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഭൂമിയിലെ സകല പുരോഹിതന്മാരും അവരുടെ വിശ്വാസികൾക്കും അടുത്തൊരു മാതൃക ഈ അപ്പോസ്തലന്മാർ പഠിച്ചിട്ടുണ്ട്. നോക്കുക 19-ാമത്തെ വാക്യം. ഇതുപോലെ പറയാൻ ഇന്ന് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാവുമോ? 19 അപ്പോസ്തലർ 4:19. അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പേൻ. ഒരൊറ്റ ചോദ്യം ചോദിക്കാൻ പറ്റും, നമുക്ക് ചോദിക്കാം അവരുടെ അടുത്ത്. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനമെന്ന് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലനല്ല പറഞ്ഞത്, പരിശുദ്ധാത്മാവ് പറഞ്ഞതാ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നോട് എന്തെങ്കിലും ആയാൽ ഞാൻ ക്ഷമിക്കും, പിതാവിനോടായാലും ക്ഷമിക്കും, എന്നാൽ പരിശുദ്ധാത്മാവിനോട് കൂടി ആയാലോ ഈ ലോകത്തും വരുവാനുള്ള ലോകത്തും ഞാൻ ക്ഷമിക്കുകയില്ല. അത് മരണകരമായ പാപം. അത് തന്നെയാണ് ലോകത്തിലെ മുഴുവൻ സഭകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ എളിയ മനുഷ്യൻ പറഞ്ഞു, അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തെക്കാൾ അധികമായി നിങ്ങളെ, ഇതാണ് പുരോഹിത വർഗം. 1-ാമത്തെ നൂറ്റാണ്ടിൽ മഹാപുരോഹിതന്മാരെ പിശാച് ഉപയോഗിച്ചെങ്കിൽ ഏറ്റവും അവസാനം അന്നു മുതൽ ഇന്നു വരെയും ഈ ബൈബിൾ കോളേജും സെമിനാരികളിലൂടെ പഠിച്ചിറങ്ങുന്ന സകലതും ബുദ്ധിയിലാണ് പഠിക്കുന്നത്, വെളിപ്പാടിലല്ല പഠിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം മത്തായി 7:21 പറയുന്നത്, ആ ധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവാൻ ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. നോക്കൂ, ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പേൻ. അവര് പറഞ്ഞു, നോക്കൂ, ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിപ്പാതിരിപ്പാൻ കഴിയുന്നതല്ലെന്ന് ഉത്തരം പറഞ്ഞു. അവർക്ക് അതാ പരിശുദ്ധാത്മാവിൽ അവർ സംസാരിച്ചത്. ഇത് പറയാൻ കഴിയുമോ? ഇപ്പൊ നമുക്ക് കഴിയുന്നുണ്ട്. നമ്മോട് ആരെങ്കിലും എതിർത്താൽ യേശുവിന്റെ ഇഷ്ടം അപ്പോസ്തലനെ കേൾക്കണമെന്ന്, ആ അപ്പോസ്തലനെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു, അവനെ തള്ളുന്നവൻ എന്നെയും എന്നെ അയച്ചവനെയും തള്ളുന്നു എന്ന്. നോക്കൂ, എന്നാൽ ഈ സംഭവിച്ച കാര്യങ്ങൾ കൊണ്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാൽ അവരെ ശിക്ഷിക്കുന്നത് ജനം നിമിത്തം വഴി ഒന്നും കാണായി കൊണ്ട് അവർ പിന്നെയും തർജ്ജനം ചെയ്തു അവരെ വിട്ടയച്ചു. ഇങ്ങനെ അവിടെ പല പ്രശ്നങ്ങളായപ്പോഴത്തേക്ക് ഈ അപ്പോസ്തലന്മാർ കൂടിയിരിക്കുകയാണ്. നോക്കുക 27. നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പെന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന്
നിന്റെ കൈയും നിന്റെ ആലോചനയും മുന്നറിയിച്ചതും ഒക്കെയും ചെയ്തിരിക്കുന്നു സത്യം. അടുത്തത്, ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. അവിടെ പ്രാർത്ഥനയാണ്. ഇന്നത്തെ മഹാപുരോഹിത വർഗമെല്ലാം പറയുന്നത് കേട്ടിട്ട് ഈ വിശ്വാസികളെല്ലാം മിണ്ടാതെ വീട്ടിൽ പോകുന്നു. കർത്താവ് ഒരിക്കൽ ചോദിക്കും, നിങ്ങളുടെ കയ്യിൽ പ്രിന്റ് ചെയ്തെന്ന ബൈബിളിനകത്ത് ഉണ്ടായിരുന്നത് നിങ്ങൾ എന്തുകൊണ്ട് വായിച്ചു നോക്കിയില്ല? ഈ കാലം നോഹയുടെ കാലം പോലെ മുഴുവൻ വരെയും കൊല്ലും. നോക്കൂ, പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇത് ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയാണെങ്കിൽ ഇത് സംഭവിക്കും. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അപ്പോസ്തലർ 4:31 ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസംഗിച്ചു. ധൈര്യമുണ്ടോ? അതേ ആത്മാവ് പ്രാപിച്ചതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. നമ്മുടെ ഉപദ്രവിക്കുന്നു, അടിക്കുന്നു, എന്തെല്ലാം അപവാദം പറഞ്ഞു പരത്തുന്നു. എന്നാലും നമ്മളല്ല പോകുന്നത്. എന്താ ഇതിനു മുമ്പ് പോകാത്തത്? നമ്മുടെ ഉള്ളിൽ വന്ന ആത്മാവാണ് ആ വഴി നടത്തുന്നത്. അതാ ബൈബിൾ പറഞ്ഞ ആത്മാവ് വഴി നടത്തുന്ന ഏവനും ദൈവത്തിന്റെ മക്കൾ. അതുകൊണ്ടാണ് അവരെന്തെങ്കിലും പറയുമ്പോഴേ ആത്മപ്രേരിതമായി നമ്മൾ അവരോട് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോ അപ്പോസ്തലർ ഇവിടെ ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. നക്ഷത്രം ഏഞ്ചൽമാർ പഠിപ്പിച്ചതിൽ നിന്ന് ഇന്ന് മുകളിൽ തന്നെയാണ്. കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെ ഇരിക്കുന്ന സഭകൾ മുഴുവനും 666 ലഭിച്ചവരാണ്. ബുദ്ധിയിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞതിന് വേണ്ട എന്ന് പറഞ്ഞിട്ട് നാമം അല്ലാത്ത 3 വാക്കുകളെ നാമമെന്ന ബോധത്തോടുകൂടി എന്ന ധാരണയിൽ പറഞ്ഞുകൊണ്ടിരുന്നിട്ടും അവർക്കറിയാത്ത തഴയിൽ അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കിയിരിക്കുന്നു സാത്താൻ. ഓക്കെ, അടുത്ത് യെശയ്യാപ്രവാചകൻ 14:13 ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. അടുത്ത് ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഇത് ശ്രദ്ധിക്കുക, എവിടെയാണ്? ഉത്തരദിക്കിന്റെ വടക്ക്, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ. ഈ വടക്ക് അല്ലെങ്കിൽ ഉത്തര എന്ന വാക്ക് അർത്ഥമാക്കുന്നത് പുറത്ത് എന്നാണ്. കത്തോലിക്ക സഭ എഴുതി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. അത് നമ്മുടെ ബൈബിളിലുള്ള ഈ 66 പുസ്തകത്തിന് പുറമെ അവർ എഴുതി ചേർത്തിരിക്കുന്നത് ഉത്തര കാനൂൻ. കാനൂൻ എന്ന് വെച്ചാൽ നിയമം എന്നാണ്. അപ്പൊ അതായത് അവർക്ക് പിശാച് അവരെ പഠിപ്പിച്ചിരിക്കുന്നത് എന്തെന്നും പിശാച് അവർക്ക് കൊടുത്തിരിക്കുന്നത് എന്തെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. കാനൂൻ എന്ന് വെച്ചാൽ നിയമം, ഉത്തര എന്ന് വെച്ചാൽ സാധാരണ ദൈവത്തിന്റെ നിയമത്തിന് പുറത്തുള്ളതാണ്. ഒരു പഴുതാണ് സാത്താൻ വെച്ചിരിക്കുന്നത്. ന്യായവിധി നാളിൽ ഇവർ പിടിക്കപ്പെടണം എന്നത് തന്നെയാണ്. പക്ഷെ ഇവർക്കിത് ബോധമനസ്സിൽ മനസ്സിലാകുന്നില്ല. അപ്പൊ കർത്താവ് ന്യായവിധി ചോദിക്കും. ഉത്തര എന്ന വാക്കിന്റെ അർത്ഥം പുറത്ത്, കാനൂൻ എന്ന് വെച്ചാൽ നിയമം. അപ്പൊ നിയമത്തിന് പുറത്ത് എന്ന് പറഞ്ഞാൽ ഏതോ നിയമമുണ്ട്, ദൈവം നൽകിയ നിയമമുണ്ട്. ആ നിയമത്തിന് പുറത്തുള്ള പുസ്തകങ്ങളാണ്. 1 മക്കമാർ, 2 മക്കമാർ, ബാരക്ക്, തോബിത്ത്, റൂബിത്ത് എന്ന് പറഞ്ഞിട്ട് കുറെ പുസ്തകങ്ങളുണ്ട്. ഓക്കെ, 66 എന്താണെന്ന് അറിയാമോ? 6 എന്നത് മനുഷ്യന്റെ സംഖ്യയാണ്. 66 എന്നത് ദൈവത്തിന്റെ വചനം ഭൂമിയിൽ പ്രവർത്തിക്കുന്നതിൽ തന്നിരിക്കുന്ന ഒരു സംഖ്യയാണ്. 66 പുസ്തകങ്ങൾ. ഇനി 666 അത് പിശാചിന്റെ മുദ്രയാണ്. അപ്പൊ 66 എന്നതിനെ എങ്ങനെയും തെറ്റിച്ച് അല്ലെങ്കിൽ 72 ആക്കുക, അല്ലെങ്കിൽ എത്രയെങ്കിലും കൂട്ടുക, അത് പിശാചിന്റെ തത്വം. അവർക്കത് മനസ്സിലാവുന്നില്ല. നോക്കൂ, ഉത്തരദിക്കൽ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഇപ്പോ അവൻ അവിടെ തന്നെയാണ് ഇരുന്നരുളുന്നത്. അപ്പൊ ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കുമ്പോൾ തന്നെ അവൻ ദൈവത്തിന്റെ നിയമത്തിന് പുറത്ത് അവരെ പഠിപ്പിക്കുന്നതിനായി ചില നിയമങ്ങൾ കൊണ്ടുവരികയും കൈപുസ്തകങ്ങൾ കൊണ്ടുവരികയും ധാരാളം പുസ്തകങ്ങളുണ്ട്. അത് പഠിപ്പിച്ചാൽ മതി, ബൈബിൾ വായിക്കേണ്ട, നിങ്ങൾ ബൈബിൾ അടച്ചു വെച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ട് അതിനകത്ത് അവരെ വീഴ്ത്തുമ്പോൾ അവൻ അവിടെ ഈ ഏഞ്ചൽമാർ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാർ പഠിപ്പിച്ചതിന് മുകളിൽ തന്നെയാണ് അവൻ എന്ന് വാണരുളുന്നത്. അടുത്ത്
ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്, എനിക്ക് മുൻപായി ഒരുത്തനുമില്ല, എനിക്ക് ശേഷവും ഒരുത്തനുമില്ല, എനിക്ക് സമനായും ആരുമില്ല. ഓക്കെ, മുൻപായിട്ടില്ല, പിൻപായിട്ടില്ല. അപ്പൊ യേശു ക്രിസ്തുവിന് അവര് പിൻപുള്ളതാണ്, രണ്ടാമത്തെ സൃഷ്ടി. രണ്ടാമത്തല്ല, ആ സൃഷ്ടികളിൽ ആദ്യ ജാതി. അപ്പൊ ദൈവം സൃഷ്ടിച്ചു, അപ്പൊ രണ്ടാമത്. പക്ഷെ എനിക്ക് പിൻപായി ആരുമില്ല, അത് എനിക്ക് ശേഷമില്ല, ഞാൻ മറ്റൊരുത്തനെയും അറിയുന്നില്ല, സമനായും ആരുമില്ല. നമ്മൾ ഒന്ന് കടിപ്പിച്ച് ചോദിച്ചാൽ പറയും അത് ദൈവത്തോട് സമമാണ് യേശു ക്രിസ്തു എന്ന് പറയും. അതേ, സമനായും ആരുമില്ല. എന്നാൽ പിശാച് പറയുന്നു സമനാകും. അവനാണെന്ന് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. സമത്വമുള്ളതാ. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി, കണ്ടോ സമത്വം. യേശു ക്രിസ്തു ദൈവത്തോട് സമമായിരുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, എനിക്ക് സമനായും ആരുമില്ല, ഞാൻ മറ്റൊരുത്തരെയും അറിയുന്നില്ല. ഏതെല്ലാം അതിനത്തെ പിശാച് തെറ്റായി പഠിപ്പിക്കാൻ നോക്കുക. ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക്, ഇതുവരെ 14 എടുത്താൽ മതിയായിരുന്നു, ഞാൻ രണ്ടാമത് വാക്യം കൂടെ ചേർത്തത് അവന്റെ ലാസ്റ്റ് അവസ്ഥ എന്താണെന്ന് കൂടി ഒന്ന് മനസ്സിലാവണം, അതിലേക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും. പിശാചിനെ മാത്രമാണോ? അല്ല, ദൈവവചനത്തിന്, കാലത്തിന്റെ അതുകൂടെ മനസ്സിലാക്കി പോകണം. കാലത്തിന്റെ ദൈവിക വചനത്തിനും വെളിപ്പാടിനും ഈ കാലത്തിന്റെ അന്ത്യകാല സന്ദേശം. കർത്താവ്, ഞാൻ അകത്ത് വരികയും അവൻ എന്നോട്, ഞാൻ അവനോടും അത്താഴം കഴിക്കും. നമ്മുടെ മെസ്സേജുകൾ 1205 മെസ്സേജ് ഉണ്ട്. ഈ മെസ്സേജുകൾക്ക് വിരുദ്ധമായി ആരെങ്കിലും എന്തെങ്കിലും പഠിപ്പിച്ചിരുന്നാലും അവരുടെയും അവസ്ഥ ഇതിന് വിരുദ്ധമായി പഠിപ്പിച്ച ആ പിശാചിന്റെ അതേ അവസ്ഥ തന്നെയാണ്. നാശകൂപത്തിൽ പോകും. നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും. നിന്നെയോ നിന്ദ്യമായൊരു ചുള്ളി പോലെ വാൾ കൊണ്ട് കുത്തേറ്റ് മരിച്ച് കുഴിയിലെ കല്ലറകളോളം ഇറങ്ങിയവരെ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നവനായി ചവിട്ടി മെതിച്ച ശവം പോലെ നിന്റെ കല്ലറയിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. കുറച്ച് മുകളിലോട്ട് വരാം. അവനെ നിന്നെയോ നിന്ദ്യമായ ഒരു ചുള്ളി പോലെയും വാൾ കൊണ്ട് കുത്തേറ്റ് എന്ന് പറഞ്ഞാൽ ഏത് വാൾ? ദൈവവചനം എന്ന വാൾ വെച്ചുകൊണ്ട് അവനെ ന്യായം വിധിച്ച് നരകത്തിലേക്ക് അയക്കുന്നു ദൈവം. ഒരു സമയമുണ്ട്. അതുപോലെ ഇന്ന് അപ്പോസ്തല പ്രവൃത്തി മുതൽ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചതിന് വിരുദ്ധമായിട്ടുള്ള എത്ര കോടി ജനമുണ്ടെന്ന് പറഞ്ഞാലും ഇവരൊക്കെ മുൻ കണ്ടിട്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത്, ഈ കാലം നോഹയുടെ കാലം പോലെ എല്ലാവരും തള്ളപ്പെടും. അടുത്തോ, സോദോമിന്റെ നാളുകൾ പോലെ കൂട്ടിക്കെട്ടി കത്തിക്കുക അത്രേ ബാക്കി. അതാണ് നമ്മൾ അറിയിക്കുന്ന സുവിശേഷം മത്തായി 13:30. ഗോതമ്പ് കളപ്പുരയിലേക്ക്, കളകൾ തീയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഐക്യ കൺവെൻഷനിലൂടെ. അപ്പോ ദൈവവചനത്താൽ അവനെ മരിച്ച് കൊല്ലും. ഓക്കെ, അടുത്ത്, നിന്നെ ചവിട്ടി മരിച്ച് ശവം പോലെയും നിന്റെ കല്ലറയിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. ഇന്ന് മരിച്ചാൽ പള്ളിക്കാരടക്കുന്നുണ്ട്, മറ്റുള്ളവരെ ഭരിക്കുന്നത് പിശാച് തന്നെയാണ്. അവർ കല്ലറയുണ്ടോ? ഇല്ലല്ലോ, കത്തിച്ചു കളയല്ലേ ചെയ്യുന്നത്. തൊട്ട് താഴെ അവനെന്ത് ചെയ്യും? അവൻ ഇതെന്തിനാണെന്ന് വെച്ചാല് അവനെ ദൈവം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നുവോ ആ ദൈവത്തിന്റെ ജനത്തെ അവൻ അതുപോലെ കൊല്ലിക്കാൻ. കാര്യം ദൈവം നീതിമാനാണ്. അനീതി ചെയ്യുന്ന ഒരുവനെ, ഇന്നിപ്പോ നോക്കൂ, ഈ സഭകൾ മുഴുവനും ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം മുതൽ വിശ്വസിച്ച് പ്രമാണിച്ചനുസരിച്ചിരിക്കണം എന്ന് പറയുമ്പോൾ, ശക്തി ധരിച്ച ശേഷം ഇറങ്ങി പുറപ്പെടണം എന്ന് പറയുമ്പോൾ, ആ പരിശുദ്ധാത്മാവ് ലഭിച്ചപ്പോൾ എളിയ മനുഷ്യരായിരുന്നു അവർ. അത് കേൾക്കാതെ ഇന്നത്തെ സെമിനാരികളിലും ബൈബിൾ കോളേജുകളിലും വരുന്ന പുരോഹിത വർഗത്തെ പിശാചിനാൽ കേൾക്കുന്നത് കൊണ്ട് അവർ അത് മനസ്സിലാക്കാതെ നിൽക്കുന്ന കോടിക്കണക്കിന് ജനത്തെ പിന്നത്തേത് നീതീകരിക്കാൻ വേണ്ടി ദൈവം അതൊക്കെ ക്ഷമിച്ചിട്ട് പോട്ടെ, നമുക്ക് അവരെ എടുക്കാം, ഇത്രയും കോടിക്കണക്കിന് ജനമില്ലേ, അല്ലെങ്കിൽ കാണാൻ ഭംഗിയുള്ള നല്ല കുലവും ഗോത്രമുള്ളവരല്ലേ, സമ്പത്തുള്ളവരല്ലേ, ഞാൻ സൃഷ്ടിച്ച ജനത്തിന്റെ ഇടയിൽ വസിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരല്ലേ എന്ന് പറഞ്ഞ് ദൈവം അവരെ ക്ഷമിച്ചിട്ട് എടുക്കില്ല, കൊല്ലുക തന്നെ ചെയ്യും, അവരെയും മറ്റുള്ളവരെയും. അപ്പോ അവർക്ക് കല്ലറകളിൽ നിന്ന് എറിഞ്ഞു കളയും. നിന്റെ ദേശത്തെ നശിപ്പിച്ച് നിന്റെ ജനത്തെ കൊന്നു കളഞ്ഞത് കൊണ്ട് നിനക്ക് അവരെ പോലെ ശവസംസ്കാരം ഉണ്ടാവുകയില്ല.
കത്തിച്ചു കളയും. അത് ശവദാഹമാണ് അവർക്ക്. നമുക്കാണ് ശവസംസ്കാരം. ബൈബിൾ പറയുന്നു പിശാചിന്റെ ഉപദേശപ്രകാരം നിൽക്കുന്ന അവരുടെ ശവ സംസ്കാരം ഉണ്ടാകില്ല, ശവദാഹമാണ്. എന്നാൽ ക്രിസ്ത്യാനികൾ പറയും ഞങ്ങൾ കല്ലറകൾ അടക്കുന്നല്ലോ, കർത്താവ് ഓരോ വചനം അതാ വാൾ കൊണ്ട് കുത്തേറ്റ് ദൈവവചനം വെച്ച് കർത്താവ് അവരെ ന്യായം വിധിക്കുകയും നഷ്ടപ്പെടുകയും തന്നെ ചെയ്യും. നിനക്ക് അവരെ പോലെ ശവസംസ്കാരം ഉണ്ടാവുകയില്ല. ദുഷ്ടന്മാരുടെ സന്തതിയുടെ പേർ എന്നും നിലനിൽക്കുകയില്ല. മായ്ച്ചു കളയും, അവരുടെ പേർ നിലനിൽക്കില്ല. ദുഷ്ടൻ അത് പിശാചിന്റെ സന്തതികൾ. അവന്റെ ഉപദേശം കേൾക്കുന്ന എല്ലാവരും പിശാചിന്റെ മക്കൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഭൂമി പാഴും ശൂന്യവുമായത് എങ്ങനെയാണ്? പിശാചിനാൽ. ദൈവത്തിന്റെ സൃഷ്ടിയൊക്കെയും നല്ലത്. അപ്പോൾ ഇനി അവിടെ ഉൽപ്പത്തി 1-ാമത്തെ അധ്യായത്തിൽ ഉൽപ്പത്തി 2-ാമത്തെ ഭൂമി പാഴും 2-ാമത്തെ വാക്യം. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. അതെങ്ങനെയാണെന്ന് മനസ്സിലായി. പിശാചും അവന്റെ ദൂതഗണങ്ങളും വന്നു വീഴുന്ന ശേഷം അങ്ങനെയാണ് ഭൂമി പാഴും ശൂന്യമായത്. ആഴത്തിൻ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഇവിടെ ആഴത്തിൻ മീതെ എന്ന് പറയുമ്പോൾ ആഴം ഒരു ഡെപ്ത്, ഏറ്റവും താഴെ, അതിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. 3-ാമത്തെ വാക്യം, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ച് വെളിച്ചമുണ്ടായി. ഇന്ന് ലോകത്ത് കാണുന്ന വെളിച്ചം എന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും 1-ാം ദിവസം സൃഷ്ടിച്ചതല്ല, അത് 4-ാമത്തെ ദിവസമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞത് വെളിച്ചം ഉണ്ടായി എന്ന് പറയുന്നു. എന്താണ്? ഭൂമി തൊട്ട് മുമ്പ് പറഞ്ഞ ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. പിശാചിന്റെ സാമീപ്യത്താൽ ഭൂമി ഇരുളായി പോയി. പിശാചിനാണ് അന്ധകാരം അല്ലെങ്കിൽ ഇരുള് എന്ന് പറയുന്നത്. ആഴത്തിൽ മീതെ ഇരുളുണ്ടായിരുന്നു. അപ്പൊ ഭൂമിയിൽ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനെ ദൈവം അവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ്. വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. അടുത്ത് ഉണ്ടായി. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പർവ്വതങ്ങൾ പൊങ്ങുന്നത് വരെ ഭൂമിയിൽ നിന്ന് നീരുറവ പൊട്ടിപ്പുറപ്പെട്ട് ജലം ഭൂമിക്ക് മുകളിലുണ്ടായിരുന്നു. അപ്പം ഭൂമിയുടെ പുറംപാളി ഒന്ന്, അതിന്റെ മുകളിൽ ജലം, ഇതിന്റെ മുകളിൽ ഒരു വിതാനമുണ്ട്. ഇതാണ് ആകാശം. അടുക്കുകളായിട്ട് ഇരിക്കുന്നത്, വസ്ത്രം പോലെ അടുക്കുകളായിട്ട്. അപ്പം അതിന്റെ മുകളിലാണ് പിശാചിനോട് മാറിപ്പോകാൻ പറഞ്ഞത്. 2-ാം സ്വർഗത്തോളം അവന് പോകാൻ കഴിയും, 3-ാം സ്വർഗത്ത് പോകാൻ കഴിയില്ല. 1-ാം സ്വർഗം എന്ന് പറയുന്നത് ശൂന്യാകാശ സ്പേസിൽ വരെയും അവന്റെ സ്വാധീനമുണ്ട്. ഇപ്പൊ മനുഷ്യർ ചൊവ്വയിൽ പോയിരുന്നാലും അവിടെ വെച്ചും പാപം ചെയ്യാം. പക്ഷെ അതിനപ്പുറത്തോട്ട് മനുഷ്യന് പോകാൻ കഴിയും തോന്നുന്നില്ല. ഓക്കെ, ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനു മുമ്പ് തന്നെ സകലവും തീരും. അപ്പൊ 3-ാം സ്വർഗത്തോളം ഒരിക്കലും പോകാൻ കഴിയില്ല. അവിടെ പാപമില്ല. അവിടെ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോ ഈ ആഴം എന്ന് പറയുന്നത് ഭൂമിയുടെ പരപ്പ്, അതിന്റെ മുകളിലുള്ള വെള്ളം, അതിന്റെ മുകളിൽ വിതാനം, ആകാശം അടുക്കായിട്ട്, അതിന്റെ മുകളിൽ പിശാച്. അപ്പോ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു, വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. അപ്പോ ദൈവത്തിന്റെ ആത്മാവ് ഭൂമിയിലേക്കും പിശാച് മുകളിലേക്കും പോയി. എന്നാൽ അവന്റെ മർമ്മം ഇവിടെ വെളുക്കുന്നുണ്ട്. ഇതിന്റെ വചനം നോക്കാം. 2-ാം ദിവസത്തിൽ ഉൽപ്പത്തി 1:6, ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിതാനം ഉണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. വിതാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിതാനത്തിന് കീഴുള്ള വെള്ളവും വിതാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അപ്പോ വിതാനം മനസ്സിലാവുന്നുണ്ടോ? ഭൂമിയിലുള്ള വെള്ളമല്ല ഒരിടത്ത് കൂടാൻ പറഞ്ഞു. ഇതിന് മുകളിൽ ഒരു വിതാനം, ഈ വിതാനത്തിലും ഈർപ്പമുണ്ട്, മേഘങ്ങൾ.
ജലഗണങ്ങൾ. അപ്പൊ ഇതിനിടയിൽ ഒരു വേർപാട് ദൈവം അവിടെ വെച്ചു. വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴിലുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം വിധാനത്തിന് ആകാശമെന്നും, ഓക്കെ, വിധാനത്തിന് കീഴ് അപ്പൊ ആകാശത്തിന് ഞാൻ പറഞ്ഞുതരാം. വിധാനം ആകാശത്തിന് കീഴെ വെള്ളം ഭൂമിയിലുണ്ട്. ഈ ആകാശം കഴിഞ്ഞിട്ട് അതിന് മുകളിലും ജലമുണ്ട്. ബൈബിൾ പറയുന്നു അവിടെ നിന്നാണ് മഴ, നീരാവിയൊക്കെ അവിടെ ചെന്നിട്ട് തണുത്തിട്ട് അവിടുന്ന് പിന്നെ തണുത്തുറന്ന് കാണുന്നതാണ് നമ്മളെ ഈ മേഘം. ഓക്കെ, അത് കഴിഞ്ഞത് മഴയായിട്ട് വരും. വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴിലുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം. ഇനി ഈ ഭൂമിയെ വിധാനത്തെ ഉണ്ടാക്കിയത് സങ്കീർത്തനം 104:2 അവിടെ പറയുന്നു, വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു, തിരശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു. അതാണ് അടുക്കടുക്കായിട്ട് 7 തട്ടുണ്ട്. സാറ്റോസ്ഫിയർ, ക്രോമോസ്ഫിയർ എന്നൊക്കെ പറയുന്നത് 7 തട്ടുണ്ട്. അതിലൊന്ന് ഈ ഓസോൺ പാളികൾ, അത് വേറൊരു തട്ടാണ്. അവിടെ ഹോൾ വിഴുന്നിട്ടാണ് ഈ വൃക്ഷലതാദികളിലേക്ക് സൂര്യകിരണം വന്നിട്ട് അതിന്റെ ഫലവൃക്ഷങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ ശരീരത്തിൽ വന്നാൽ ക്യാൻസർ ഉണ്ടാവുന്നത്, രോഗങ്ങൾ, ദുരിതങ്ങൾ ഉണ്ടാവുന്നത്. ആ ഒരു വിധാനം അവിടെ ആ തിരശീല പോലെ എന്നിട്ട് അടുക്ക് ദൈവം വെച്ചാണ്. മനുഷ്യന്റെ അതിക്രമം നിമിത്തമാണ് അത് സംഭവിച്ചത്. ദൈവം വെച്ചതെല്ലാം നല്ലതാണ്. ഇതിന് വേറെ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഒരു വിധാനം അടുക്കടുക്കായിട്ട് സൃഷ്ടിച്ചത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ കായിന്റെ മക്കൾ അല്ലെങ്കിൽ ഈ ശാസ്ത്രീയ പുരോഗതിയിലൂടെ മനുഷ്യന്റെ കണ്ടുപിടുത്തം, ഇപ്പം ഫ്രീയോൺ 12, ഈ ഫ്രിഡ്ജിലൊക്കെ വരുന്ന ഗ്യാസ് ഫ്രീയോൺ 12 ആണ്. ഇത് നമ്മൾ ലീക്കായി പോയി കഴിഞ്ഞാൽ ഒരിക്കലും അത് നശിച്ചു പോകില്ല. അത് പെട്ടെന്ന് ഇവിടുന്ന് സൂര്യാകാശത്തേക്ക് പോകും. പിന്നെ ജെറ്റ് വിമാനങ്ങളിൽ പുറന്തള്ളുന്ന ആ ഗ്യാസ്, ഇതൊന്നും ഒരിക്കലും നശിച്ചു പോകില്ല. ഇതെല്ലാം ചെന്നിട്ടാണ് അവിടെ ഓസോൺ പാളികളെ അവിടെ ഹോൾ ഉണ്ടായിട്ട് സൂര്യകിരണങ്ങൾ താഴേക്ക് വരുന്നത്. അപ്പം ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതിന്, മനുഷ്യന്റെ ശാസ്ത്രീയ പുരോഗതി അതിനെ കൊല്ലുന്നു, അതിനെ നശിപ്പിക്കുന്നു. അപ്പോ തിരശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു. ഇനി ഭൂമിക്ക് മുകളിലുള്ള വെള്ളം എന്ന് പറയും. ഈ വെള്ളം എവിടെ നിന്ന് വന്നു എന്നാണ് ഇയ്യോബിന്റെ പുസ്തകം 38:8 പറയുന്നു, ഗർഭത്തിൽ നിന്നെന്ന പോലെ സമുദ്രം ചാടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കതകുകളാൽ അടച്ചവൻ ആർ. നോഹയുടെ കാലത്ത് ജലപ്രളയം ഉണ്ടായ കാര്യമല്ല. ഭൂമിയിൽ ജലം ഒരു ഭാഗത്ത് കൂടട്ടെ എന്ന് പറഞ്ഞ് പർവ്വതങ്ങളോളം ഉയർന്നു ഇവിടെ പറയുന്നത്. അപ്പൊ ഭൂമിക്കടിയിൽ നിന്ന്, ഗർഭത്തിൽ നിന്നെന്ന പോലെ, ഇയ്യോബ് 38:8, സമുദ്രം ചാടിപ്പുറപ്പെട്ടപ്പോൾ അതിന് കതകുകളാൽ അടച്ചവൻ ആർ. അതായത് ഒരു പരിധി വെച്ചു, കുറച്ച് വന്നു, അത് കഴിഞ്ഞിട്ട് ഒരു പരിധി വെച്ചു, അടച്ചു. അന്ന് ഞാൻ മേഘത്തെ അതിന് ഉടുപ്പും കൂരിരുളിനെ അതിന് ചുറ്റാടയും ആക്കി. ഞാൻ അതിനെ അതിർ നിയമിച്ചു, കതകും ഓടാമ്പലും വെച്ചു. ഇനി പെട്ടെന്ന് ഒരു കൺട്രോൾ ഇല്ലാത്ത തരത്തിൽ ജലം വന്ന് കയറി നശിക്കാതിരിക്കാൻ ദൈവം അവിടെ കതകും ഓടാമ്പലും വെച്ചു. അടുത്ത് കടൽ ജലം ഒരിടത്ത് ഒത്തുകൂടിയതിനു ശേഷം ഉള്ളതാണ്, ഇത്രത്തോളം നിനക്ക് വരാം, ഇത് കിടക്കരുത്, ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർവം നിലയ്ക്കുമെന്ന് കൽപ്പിച്ചു. ജലം, ഭൂമിയിലെ ജലമെല്ലാം ഒരിടത്ത് കൂടട്ടെ എന്ന് കൽപ്പിച്ചിട്ട് ആ സമുദ്ര ജലം തിരികെ വന്ന് കയറാതിരിക്കാൻ മണൽ അതിരാക്കി വെച്ചു. എത്ര തന്നെ തിരമാല ആർത്തടിച്ചു വന്നാലും ഇത്രത്തോളം നിനക്ക് വരാം, ഇത് കിടക്കരുത്, നിന്റെ ഗർവം, നിന്റെ തിരമാലകളുടെ ഗർവം നിലയ്ക്കുമെന്ന് കൽപ്പിച്ചു. അപ്പോൾ എന്നാൽ ഇന്ന് സമുദ്രം കരയിൽ കയറുന്നുണ്ടല്ലോ, അതെന്താണെന്ന് പറയുന്നുണ്ട്. സങ്കീർത്തനത്തിൽ പറഞ്ഞു, സങ്കീർത്തനം 104:6, നീ അതിനെ വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴി കൊണ്ട് മൂടി, വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു. അവിടെ വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു. വസ്ത്രം കണ്ടെന്ന പോലെ ആഴിയെ കൊണ്ട് മൂടി, വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു. തിരമാലകൾ പൊങ്ങി, താഴ്വരകൾ താണു, നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. അപ്പോ ദൈവം നിശ്ചയിച്ച സ്ഥലത്തേക്ക് ആ വെള്ളം പോയി. ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവയ്ക്ക് കടന്നുകൂടാത്ത അതിർ ഇട്ടു. അത്
അപ്പോൾ മലകൾ പൊങ്ങി താഴ്വരകൾ താണു, നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. അതായത് ജലം ഒരു ഭാഗത്തേക്ക് കൂടട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ അത് പോയി. അടുത്തതിലൂടെ ആ ജലം, കടൽ ജലം കയറി വരാതിരിക്കാൻ നീ അവയ്ക്ക് കടന്നുകൂടാത്ത ഒരു അതിരിട്ടു. അതാ നേരത്തെ പറഞ്ഞത്, ഇത്രത്തോളം നിനക്ക് വരാം, ഇവിടെ തിരമാലകളുടെ ഗർഭം നിലയ്ക്കും. പക്ഷെ എന്നിട്ട് കടൽ ജലം ഇന്ന് കയറി വരുന്നതിന് കാരണം എന്താണ്? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം 22. ഞാൻ കടലിന് കവിഞ്ഞുകൂടാതെ വണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വെച്ചിരിക്കുന്നു. നിത്യപ്രമാണമാണ്, കടന്നുകൂടാൻ കഴിയില്ല. ദൈവത്തിന്റെ പദ്ധതിയാണ്. പിന്നെ എന്തുകൊണ്ട് കടന്നു വരുന്നു? തിരകൾ അലച്ചാലും സാധിക്കുകയില്ല, എത്ര തന്നെ ഇരച്ചാലും അതിർ കടക്കുകയില്ല. ദൈവത്തിന്റെ പദ്ധതിയാണ്. എന്നാലോ ഈ ജനത്തിനോ ശാഠ്യവും മത്സരവും ഉള്ള ഒരു ഹൃദയമുണ്ട്. അവർ ശഠിച്ച് പൊയ്ക്കളഞ്ഞിരിക്കുന്നു. കേട്ടോ, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനും തീരുമാനത്തിനും എതിരായിട്ട് മനുഷ്യൻ നിന്നപ്പോൾ പിന്നെ ആ കടലിന്റെ അതിരിന് പോലും ദൈവത്തിന്റെ വചനം അറിയാം. കടൽ ജലം എത്രത്തോളം ഞാൻ ആ മണത്തിരകൾ അല്ലെങ്കിൽ അത് കാക്കണം എന്നത് മണലുകൾക്ക് പോലും അറിയാം. ഈ ദൈവത്തിന്റെ ജനം എന്ന് പറയുന്നവർക്ക് അറിയില്ല. മനുഷ്യൻ അതിക്രമം കൊണ്ട് ദൈവത്തോട് ധിക്കരിച്ച് എതിർത്ത് നിൽക്കുമ്പോൾ മണലിനറിയാം ഈ ജനത്തിന് ഇപ്പോൾ വെച്ചിരിക്കുന്ന അതിന് ബാധകമല്ല. ഇതുപോലൊരു കാര്യം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പഴയ നിയമകാലത്ത് ദൈവം വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും മുഴുവൻ നൽകിയത് അബ്രഹാമിന്റെ സന്തതി പരമ്പരകൾക്കാണ്. ഇന്ന് അബ്രഹാമിൽ അവന്റെ സന്തതി പരമ്പരകൾക്കും ദൈവം നൽകിയ ആ അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും സകലതും എനിക്ക് വന്നു ചേരണമെങ്കിൽ ഇന്ന് അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ വേര് വംശവുമായി വന്ന കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് മരിച്ചു, അടക്കി, ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നമുക്ക് മാതൃകയെ വെച്ചിരിക്കുന്നു. ക്രൂശ്, മരണ, അടക്ക, പുനരുദ്ധാനം എന്ന അതിന്റെ നല്ല മനസാക്ഷി എന്ന സ്നാനം. ആ സ്നാനം ചെയ്തിരിക്കണം. ആ പാപമോചന സ്നാനം ചെയ്ത് വിശുദ്ധരായി അപ്പോസ്തലന്മാരിലൂടെ ദൈവം സംസാരിച്ചത് കേട്ട് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനത്തിന് മാത്രമേ ആ അനുഗ്രഹം വരികയുള്ളൂ. ബാക്കി ഭൂമിയിലുള്ള ഒരു ക്രിസ്ത്യാനികൾക്കും വരില്ല, കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെ. അപ്പോൾ കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെ ഉള്ളവർ അബ്രഹാമിനും അവന്റെ സന്തതികൾക്കും വെച്ചിരുന്ന അനുഗ്രഹം ഇന്ന് പ്രാപിക്കുന്നില്ല. നമുക്കത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്ക്. അബ്രഹാം കണ്ടിട്ടല്ല വിശ്വസിച്ചത്, കാണാതെയാണ് വിശ്വസിച്ചത്. അതിനാൽ ഇന്ന് അതേ വിശ്വാസമുള്ള നമുക്കാണ് ഈ വാഗ്ദത്തങ്ങൾ വന്നു ചേർന്നിരിക്കുന്നത്. അപ്പോ ദൈവം വെച്ചിരുന്ന അതിര് കടക്കാൻ കാരണം എന്താണ്? മനുഷ്യന്റെ അതിക്രമം. ഈ ജനത്തിനോ ശാഠ്യവും മത്സരവും ഉള്ള ഒരു ഹൃദയമുണ്ട്. അവർ ശഠിച്ചു പൊയ്ക്കളഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ശഠിച്ചു പൊയ്ക്കളഞ്ഞത് കൊണ്ടാണ് ദൈവമിട്ട അതിര് ആ തിരമാലകൾ പോലും കാക്കാത്തത്. ഇന്ന് പലയിടത്തും സുനാമി. അത് ലൂക്കോസ് സുവിശേഷം 21-ാമത്തെ അധ്യായം വായിച്ചു നോക്കുക. അവിടെ പറയുന്നുണ്ട്, കടലിലെ ഓളങ്ങളാലും തിരമാലകളാലും ജനം ഭീതിയോടെ പേടിച്ചറങ്ങുന്ന നിമിഷം ഉണ്ടാകും. കർത്താവിന്റെ വരവിലും അന്ത്യകാല ലക്ഷണങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവിടെ പറഞ്ഞതാണ്. തുടക്കം മുതലേ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത് 3-ാമത്തെ ദിവസം. ദൈവം ആകാശത്തിൽ കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രം എന്നും പേരിട്ടു. അത് നല്ലത് എന്ന് ദൈവം കണ്ടു. ഭൂമിയിൽ നിന്നും പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ആമേൻ. നോക്കൂ, ഇവിടെ
ദൈവത്തിന്റെ ഒന്നാമത്തെ സൃഷ്ടിപ്പ് സമയത്ത് തന്നെ ദൈവമോട് എന്താ പറയുന്നത്? അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും, അതായത് ദൈവം നിശ്ചയിച്ച ഒരു വിത്ത് ഭൂമിയിലിട്ടാൽ ആ വിത്ത് മുളച്ച് എന്താണോ അന്നത്തെ പ്രത്യുൽപാദനം അങ്ങനെ തന്നെ അവസാനം വരെ ഉണ്ടാകണം. മനുഷ്യൻ അന്ന് ആയുസ് എത്ര? 900 ആയിരുന്നു. 930 വർഷം വരെ ആദാം ജീവിച്ചു. മനുഷ്യന്റെ ശാസ്ത്രീയ പുരോഗതി കൂടിക്കൂടി വന്നു. 36 ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രന്മാരെ സൗന്ദര്യവതികളെന്ന് കണ്ട് തങ്ങൾ ബോധിച്ചവരെ ഭാര്യമാരാക്കി എടുത്തപ്പോൾ അതിനുശേഷം ദൈവം എന്ത് ചെയ്തു? അവരുടെ ആയുസ് 120 ആക്കി. ആ 120 ആക്കിയപ്പോൾ വീണ്ടും കുറച്ച് ദിവസം കൂടെ പോയി. അതിനുശേഷം ശാസ്ത്രീയ പുരോഗതി ധാരാളമായി വന്നു. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ ഒരു തെങ്ങിൽ നിന്ന് ഒരു കൊലയിൽ ഒരു 15 or 20 മാക്സിമം 8-10 തേങ്ങ ഉണ്ടാവുള്ളൂ. ഇന്നോ 50, 60, 70. പക്ഷെ തെങ്ങിന്റെ ആയുസോ 25-30 വർഷം. പണ്ടോ 80, 90, 100 വർഷം വരെയുള്ള തെങ്ങുകൾ ഉണ്ടായിരുന്നു. അപ്പോഴും കായ്ക്കും. അവ 900 വർഷം വരെ ജീവിച്ചിരുന്ന ആദാം ദൈവത്തിന്റെ യഥാർത്ഥ സൃഷ്ടിയായിരുന്നു. അപ്പൊ അതത് തരം ഫലം കായ്ക്കുന്ന വിത്തുള്ള സസ്യങ്ങൾ മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ ഇവിടെയും ശാസ്ത്രീയ പുരോഗതി ദൈവത്തെക്കാൾ മുകളിൽ പോകാൻ ആഗ്രഹിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ആയുസ് കുറഞ്ഞു. മനുഷ്യന്റെ ആയുസ് കുറഞ്ഞു. ഇപ്പോൾ എല്ലാം ദൈവത്തിന്റെ പദ്ധതിക്ക് പുറത്താണ്. സകല മനുഷ്യരും ദൈവസഭ എന്ന് അവകാശപ്പെടുന്നവർ പോലും ദൈവം മനുഷ്യർക്ക് വേണ്ടി നൽകിയ ആ വചനത്തിന് പുറത്താണ്, ദൈവിക വെളിപ്പാടിന് പുറത്താണ് അവർ നിൽക്കുന്നത് എന്നതുപോലും അവർ അറിയുന്നില്ല. അപ്പോ അപ്പോസ്തല പ്രവൃത്തി മുതൽ ദൈവം ഒരു വിശ്വാസം കൊണ്ടുവന്നെങ്കിൽ ഇനി 7 കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയാലും അതത് തരം ഫലം തന്നെ കായ്ക്കുന്ന വിത്തുള്ള സസ്യം, അതാണ് നമ്മൾ മരങ്ങൾ. ദൈവം മനുഷ്യന് മരങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പൊ അപ്പോസ്തല പ്രവൃത്തി മുതൽ ദൈവത്തിന്റെ ഒരു ഫലം പുറപ്പെടുവിച്ചെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ആ പാപമോചന സ്നാനം കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ നിവർത്തിച്ച് ദൈവജനത്തെ ദൈവം വീണ്ടെടുത്തപ്പോൾ പിശാച് വന്നത് വേണ്ടാന്ന് കൽപ്പിച്ചിട്ട് യേശു പറഞ്ഞത് മതി. എന്താ? നാമത്തിലാണ് പാപമോചനം. പാപമോചനം ഉണ്ടാകരുത്, അവർ വിശുദ്ധീകരിക്കപ്പെടരുത്, യേശുക്രിസ്തുമായി ബന്ധം വയ്ക്കരുത്, സ്വർഗീയ പ്രവേശനം നേടരുത്. അതിന് പിശാച് വന്ന് പറഞ്ഞു, പത്രോസ് പറഞ്ഞതല്ല നമുക്ക് കേൾക്കാൻ, നമുക്ക് യേശുക്രിസ്തു പറഞ്ഞത് മതി. അപ്പോൾ നാമമല്ലാത്ത 3 വാക്കുകൾ പാപമോചന സ്നാനത്തിന് ഉപയോഗിക്കുമ്പോൾ പാപമോചനം അവന്റെ നാമത്തിലാണെന്ന് അപ്പോസ്തല പ്രവൃത്തി 10:43 മുതൽ പറയുന്നുണ്ട്. ആ നാമത്തെ അവിടെ തകർത്തു. അപ്പോൾ ഇന്ന് അതത് തരം ഫലം കായ്ക്കുന്ന വിത്തല്ല ഈ ഭൂമിയിൽ കത്തോലിക്ക മുതൽ പെന്തക്കോസ്തുള്ള പള്ളികൾ, സഭകൾ, കൂട്ടം ഒന്നും. അതുകൊണ്ട് അത് നശിപ്പിക്കുക തന്നെ ചെയ്യും, കൂട്ടിക്കെട്ടി കത്തിക്കുക തന്നെ ചെയ്യും. അപ്പോസ്തല പ്രവൃത്തി മുതൽ തുടങ്ങിയ ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരു ആത്മാവ്, ഒരു ഉപദേശം, ഒരു സഭ, ഒരു ദൈവം, അങ്ങനെ ഉള്ളത് മാത്രമാണ് എപ്പോഴും ചെറിയൊരു കൂട്ടർ. ദൈവം കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. ഇപ്പൊ 6ാമത്തെ ദിവസം ഉൽപ്പത്തി 1:24 അതത് തരം കന്നുകാലി, ഇടജാതി, കാട്ടുമൃഗം എന്നിങ്ങനെ അതത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. നോക്കൂ, ഇന്നും മനുഷ്യൻ സങ്കരനാക്കുന്നുണ്ട്. മൃഗങ്ങളും പർവ്വജാതികളും എല്ലാം അതത് തരം തന്നെ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇതിനിടയിൽ അവിടെയും ശാസ്ത്രീയ പുരോഗതിയാണ്. ഹൈബ്രിഡ് കോഴികൾ, ഇന്ന് ആട്, പശു എല്ലാം ഹൈബ്രിഡാണ്. 80 ലിറ്റർ പാലിടുന്ന പശുവുണ്ട് ഇസ്രായേലിൽ. 80 ലിറ്റർ കോഴി, 6 മാസം വളരേണ്ട കോഴിയെ 35 ദിവസം കൊണ്ട് വളർത്തുന്നു. എന്താ ശാസ്ത്രീയ പുരോഗതി? നല്ലത് അല്ല, അത് മനുഷ്യന്റെ ആയുസിനെ തകർത്ത് കളയുന്നു, രോഗങ്ങളും ദുരിതങ്ങളും വരുന്നു. അപ്പൊ അതത് തരം ഫലം കായ്ക്കുന്ന എല്ലാം ഉണ്ടാകട്ടെ ദൈവം കൽപ്പിച്ച ശാസ്ത്രീയ പുരോഗതി അവിടെയും അതിനെ തകർത്ത് കളഞ്ഞു. ഇങ്ങനെ ദൈവം അതത് തരം കാട്ടുമൃഗങ്ങളെയും അതത് തരം കന്നുകാലികളെയും അതത് തരം ഭൂജന്തുക്കളെയും ഉണ്ടാക്കി നല്ലതെന്ന് ദൈവം കണ്ടു. ആ നല്ലത് എന്നതിനെ തകർത്ത് കളഞ്ഞിരിക്കുന്നു പിശാച്. 11 ഇത് മനുഷ്യന്റെ ആദാമിന്റെ കാര്യം എടുക്കുന്നതാണ്. ഉൽപ്പത്തി 1:26 അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കാം. നോക്കൂ, നാം നമ്മുടെ ഏകം ബഹുവചനം എടുത്തോണം. അടുത്ത് നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കാം. അവൻ സമുദ്രത്തിലുള്ള മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലുള്ള പർവ്വജാതികളുടെ മേലും
മൃഗങ്ങളുടെ മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ എഴുതുന്ന എല്ലാ ഇടജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. എല്ലാറ്റിനെയും വാഴാനാണ് കൽപ്പിച്ചത്. ഈ ഭൂചര ജന്തുക്കളൊന്നും മനുഷ്യനെ അനുസരിക്കുന്നുണ്ടോ? അപ്പം ആദാം ഇവയെല്ലാം വിളിച്ചു പേരിട്ടതായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. ഇന്നത് നടക്കാത്ത കാരണം എന്താ? ഉൽപ്പത്തി 3 നടന്ന പാപം, അത് നിമിത്തം സകലതും നഷ്ടപ്പെട്ടു. 27, ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ, കണ്ടോ, നാം നമ്മുടെ എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ബഹുവചനം, ഒന്നിലധികമെന്ന് തോന്നും. പക്ഷെ ഇവിടെ ഇങ്ങനെ ദൈവം തന്റെ, തങ്ങളുടെ എന്നല്ല, തന്റെ, ഇതെല്ലാം വെച്ച് ദൈവം ന്യായം വിധിക്കും. തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ഈ സൃഷ്ടിപ്പിനെ കുറിച്ച് അടുത്ത പ്രാവശ്യം അടുക്കാം, ഇപ്പോൾ നിൽക്കില്ല. 11 മണിയായി. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്. ഈ സൃഷ്ടിച്ചത്, ഇവിടെ ബഹുവചനം പറഞ്ഞിരിക്കുന്നത് എന്താണ് ബഹുവചനം? അങ്ങനെയെങ്കിൽ 3 പേരാണ് അവിടെ ഉള്ളതെങ്കിൽ നമ്മളിലും ഉണ്ടാകണം 3 പേർ. തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും എന്ന് പറഞ്ഞ പോലെ 3 പേർ അവിടെ ഉണ്ടെങ്കിൽ, 3 വ്യക്തികൾ ഉണ്ടെങ്കിൽ, നമ്മളെ സൃഷ്ടിക്കുമ്പോഴും 3 വ്യക്തി ഉണ്ടായിരിക്കണം. അല്ല, നമ്മൾ ഒരു വ്യക്തിയേ ഉള്ളൂ. അപ്പൊ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറയേണ്ടതുണ്ട്. നമുക്ക് അടുത്ത ആഴ്ച എടുക്കാം. ഇപ്പം കർത്താവ് അനുഗ്രഹിക്കട്ടെ. പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. എന്നുള്ള ദിവസങ്ങളിലും കർത്താവ് പുതിയ പുതിയ കാര്യങ്ങൾ വെളിപ്പെടുത്താനായിട്ട് ഇടയാകട്ടെ. എഴുന്നേൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവെ. സൃഷ്ടിപ്പ്, ഉൽപ്പത്തികൾ, ദൈവത്തിന്റെ ഇടപെടലുകൾ എന്താണ്, എങ്ങനെയാണ്, ലോകത്തിന് മറന്നിരിക്കുന്ന അനേകം കാര്യങ്ങൾ, ഇനിയും കർത്താവെ ഇവിടെ ഇപ്പോൾ സംസാരിച്ചത് അനേകം ഉണ്ടാകാം. കാര്യം അതെല്ലാം ഇന്നും അങ്ങയുടെ ഹൃദയത്തിലും എഴുതപ്പെട്ട വചനത്തിന്റെ പല ഭാഗത്തുമായിരിക്കുന്നു. കഴിവിന്റെ പരമാവധി കർത്താവെ ക്രോഡീകരിക്കാൻ അങ്ങ് സഹായിച്ചു. തന്റെ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനായി കർത്താവെ ഇതുവരെ അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരുന്നതിനായി നന്ദി. എമ്മോസിലേക്ക് പോയവരെ പോലെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നുവെങ്കിൽ വളരെ മർമ്മപ്രധാനമായ കാര്യങ്ങൾ പലതും പറഞ്ഞു. നക്ഷത്രങ്ങൾക്ക് മീതെ ഓരോ കാലത്തും ദൈവം അയക്കുന്ന ആ ദൈവിക ദൂതന്മാർ വന്ന് പറയുന്നതിന് മുകളിൽ ബുദ്ധിയിൽ അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ പിശാചിന്റെ സ്ഥാനം മുകളിൽ തന്നെയാണ്. ദൈവത്തിന്റെ സിംഹാസനമോ ഹൃദയത്തിലാകുന്നു. അതുപോലെ കാനൂൻ, ഉത്തര കാനൂൻ, കത്തോലിക്ക സഭ കൊണ്ടുവന്ന ഉത്തര കാനൂൻ, നിയമത്തിന് പുറത്ത്. അപ്പൊ നിയമം എന്തോ ഒന്നുണ്ട് അതിന് പുറത്ത്. 6 എന്നത് മനുഷ്യന്റെ സംഖ്യ, 666 എന്നത് പിശാചിന്റെ സംഖ്യ, 66 ദൈവത്തിന്റെ ഇടപെടലുകൾ മുഴുവൻ ബൈബിളിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിനെയും പിശാച് തെറ്റിച്ചിരിക്കുന്നു. മാത്രമല്ല കർത്താവെ, അതത് തരം ഫലം കായ്ക്കുന്ന വിത്തുള്ള സസ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ശാസ്ത്രീയ പുരോഗതി അവിടെയും തെറ്റിച്ചിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായം മുതൽ പുതിയൊരു ഫലം ശേഖരിക്കപ്പെടുവാൻ കർത്താവ് പുതിയൊരു ശുശ്രൂഷ തുടങ്ങി. അതിനെയും ഭൂമിയിൽ വന്ന് പിശാച് തെറ്റിച്ചിരിക്കുന്നു. യേശുക്രിസ്തു നാമം അതാകുന്നു അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിൽ അല്ലാതെ കെട്ടുന്നതെല്ലാം തകർന്നു പോകുന്നു യേശുവിനെ പറഞ്ഞിരിക്കുന്നു. കരുണയുള്ള കർത്താവെ, ഈ ദൈവിക വെളിപ്പാടുകൾ കേട്ടിഗ്രഹിച്ച് അനേകം സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്കും കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചു തന്നതിനായി നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. സകലതും അങ്ങയുടെ നാമ മഹത്വത്തിനായിരിക്കട്ടെ. യേശുക്രിസ്തു നാമത്തിൽ ആമേൻ.